ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 5, ശ്ലോക 5. തത്ര അസൗ ത്രിഗുണാത്മകഃ അപി ച മഹാൻ സത്വപ്രധാനഃ സ്വയം ജീവേ അസ്മിൻ ഖലു നിർവികൽപം അഹം ഇതി ഉദ്ബോധ നിഷ്പാദകഃ ചക്രേ അസ്മിൻ സവികൽപബോധകം അഹം തത്വമഹാൻ ഖലു അസൗ സംപുഷ്ടം ത്രിഗുണൈഃ തമോതി ബഹുലം വിഷ്ണു ഭവത്പ്രേരണാത്. തത്ര ഈ വിധത്തിൽ അസൗ മായയുടെ ആ കാര്യങ്ങളിൽ ത്രിഗുണാത്മക മൂന്ന് ഗുണങ്ങൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പി ഇപ്പോൾ ച അതിൽ ചേർന്ന് മഹാൻ മഹത്തത്വം സത്വഗുണം പ്രധാനഃ പ്രധാനമായിട്ടുള്ളത് സ്വയം സ്വന്തമായി ജീവേ ജീവാത്മാവ് അസ്മിൻ അതിൽ ഖലു തോന്നൽ നിർവികൽപ്പം വികൽപ്പം ഇല്ലാത്തത് അഹം ഞാൻ ഇതി ഇങ്ങനെ ഉദ്ബോധ ബോധവൽക്കരണം നിഷ്പാദക സ്വയമായി ചക്രേ സൃഷ്ടിച്ച് അസ്മിൻ ഈ ജീവാത്മാവ് സവികൽപബോധകം ഞാൻ വേറെ എന്ന ബോധം പ്രപഞ്ചത്തിൽ ഉള്ളിടത്തോളം കാലം അഹം ഞാൻ എന്ന അഹങ്കാരം തത്വം സങ്കൽപ്പം മഹാൻ മഹത്തത്വം ഖലു അല്ലയോ അസൗ ഇരിക്കുന്നത് സമ്പുഷ്ടം പൂർണമായി തികഞ്ഞത് ത്രിഗുണൈഹി മൂന്ന് ഗുണങ്ങളോടു കൂടിയത് തമോതി തമോ ഗുണം ബഹുലം അധികമായി കാണപ്പെടുന്നത് വിഷ്ണു ഭഗവാൻ ഭവത് വിഷ്ണു ഭഗവാന്റെ പ്രേരണയോടുകൂടി തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാന സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹിമദ്യുദ്ബോധ നിഷ്പാദകഃ ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖൽവസു സംപുഷ്ടം ത്രിഗുണൈത്മകോതി ബഹുലം വിഷ്ണു ഭവത് പ്രേരണാത്. അല്ലയോ ഭഗവാനെ, ഈ മഹാമായയുടെ ഓരോ കാര്യങ്ങളിലും ഈ പ്രപഞ്ചത്തിൽ ഉള്ളവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതായത് അവരെ മയക്കുന്നു, സുഖലോഭ വസ്തുക്കളിൽ അവരെ ആകർഷിതരാക്കുന്നു. അപ്പോൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം മൂന്നും ചേർന്നിരിക്കുന്നതിൽ വെച്ച് സത്വഗുണത്തിന് മഹത്തത്വം കൊടുത്തുകൊണ്ട് പ്രധാനമായി കണ്ടുകൊണ്ട് സ്വന്തമായി ജീവാത്മാവിൽ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും വിരക്തി വരുത്തിക്കൊണ്ട് അതിൽ വികൽപ്പം ഇല്ലാതെ സ്വന്തമായി ബോധവൽക്കരണം ചെയ്യുന്നു മഹാമുനിമാരായ ഭക്തന്മാർ. അങ്ങനെ സ്വയമായി ഈ ജീവാത്മാക്കളെ സൃഷ്ടിക്കുന്നു സാക്ഷാൽ വിഷ്ണു ഭഗവാൻ. അതിൽ ഞാൻ വേറെയാണ് ഈ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന എനിക്ക് ആ ഒരു ബോധം വരുമ്പോഴാണ് ഞാൻ എന്ന അഹങ്കാരം പ്രധാനമായി കാണുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർ ആദ്യം ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് മഹത്തത്വത്തെ പൂർണ്ണമായി ബോധ്യമാകണം. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് തത്വം, രജസ്, തമസ് ഇങ്ങനെ മൂന്ന് ഗുണങ്ങളുടെ വ്യത്യാസം മനസ്സിലാവുകയും അവർ പൂർണ്ണമായി ഭഗവാനിൽ അവസാനം ലയിക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ തമോ ഗുണമായിരിക്കും ഏറ്റവും ആധിപത്യം വഹിക്കുകയും അവർക്ക് വീണ്ടും വീണ്ടും ജനന മരണം ഉണ്ടാവുകയും അവർ അവസാനമായി വിഷ്ണു ഭഗവാന്റെ ആ പ്രേരണയിൽ വീഴുന്ന് അവർക്ക് മുക്തി ലഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. താങ്ക് യു.